കുഴൂരിലെ പച്ചക്കറി കടയിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. താണശ്ശേരി കൂടത്തിങ്കൽ ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണം നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുഴൂരിലെ പച്ചക്കറി കടയിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. താണശ്ശേരി കൂടത്തിങ്കൽ ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. കടയുടെ അകത്തെ മേശയിൽ വെച്ചിരുന്ന 8000 രൂപ മോഷണം പോയെന്ന ഉടമയുടെ പരാതിയെ തുടർന്ന് മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ജിഷ്ണുവിനെ പിടികൂടിയത്. SI മാരായ KB ശിവൻ, KB ജസ്റ്റിൻ, CS സുമേഷ്, സീനിയർ CPO PD ദീപേഷ്, CPO മാരായ KB ലെനിൻ, PD നവീൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കാർ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിനു ശേഷം നിയന്ത്രണം വിട്ട് ടോറസിൽ ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിൽ റോഡിൽ 2 വീടുകൾ മോഷണം നടന്നു. കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. പാരാരത്ത് പറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കള വാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൈക്കിളും കുടുംബവും ദുബായിലാണ് താമസം. മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മേലടൂർ അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. പഞ്ചായത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളിൽ കാർഷിക അഭിരുചി, ഇപ്പോൾ പുതിയ തലമുറ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കാർഷിക അഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ബാലസൗഹൃദ പഞ്ചായത്തായിട്ട് മാറുന്നതിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള നിരവധിയായ ആരോഗ്യ, മാനസികാരോഗ്യ, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ കാർഷിക അഭിവൃദ്ധി വളർത്തിയെടുക്കുക, നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരം കുട്ടികളെ അറിയിക്കുക. കുട്ടികളിൽ കൃഷിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 19 അംഗനവാടികളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ചെടിച്ചട്ടി, പച്ചക്കറി തൈ, വളം എന്നിവ അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സവിത, PK മോഹനൻ, MC പോൾ, അംഗൻവാടി ടീച്ചർമാർ, രക്ഷിതാക്കൾ, കുട്ടികൾ, വയോജന ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി പുഴത്തടത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ജലജാഗ്രത സത്യാഗ്രഹം നടത്തി. ജലജാഗ്രത സംയുക്ത സത്യാഗ്രഹ സമിതി, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നിവയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി,
VO പൈലപ്പൻ, വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ശ്രീഹരി മൂർക്കന്നൂർ, II അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ഇനി നാട്ടിൽ നടന്നത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. പരിസ്ഥിതി ദിനത്തിൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവകര നെൽകൃഷിയിൽ നിന്നും വിളവെടുത്ത കതിരുകളും പോരാതെ വന്ന കതിര് പഴുന്നാനയിൽ നിന്നും കൊണ്ടുവന്നാണ് ഇല്ലം നിറയ്ക്ക് ഉപയോഗിച്ചത്. കുന്നത്ത് മഠം പരമേശ്വരൻ ഉണ്ണിയടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ശംഖനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ഭഗവതിയുടെയും മറ്റുപദേവന്മാരുടെയും ശ്രീകോവിലുകളിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ്, ചുണ്ടാലത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ KB വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തുക സ്വരൂപിച്ച് മാള ഹോളി ചൈൽഡ് സ്നേഹഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. തങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച തുകയാണ് കുട്ടികൾ വയനാടിനെ സഹായിക്കാൻ നൽകിയത്. പ്രധാന അധ്യാപിക സിസ്റ്റർ ഫ്ലോറൻസ് തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ വയനാട്ടിൽ ദുരന്ത മേഖലയിൽ സേവനം നടത്തി തിരിച്ചെത്തിയ മുൻ PTA എക്സിക്യൂട്ടീവ് അംഗം KP സാജനെ സ്കൂൾ മാനേജർ പൊന്നാടണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലിറ്റ്, സീഡ് കോർഡിനേറ്റർ ഡോണൽ ഡിസിൽവ, അധ്യാപകരായ ജിഷ സൈമൺ, നൈസ് മോൾ, ബിനു ജെയിംസ്, നോബി ഷൈജൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ലിജി ജോർജ്, മേഘ ഡേവിസ്, സ്കൂൾ ലീഡർമാരായ സാവിയോൺ, ഫെമിൻ എന്നിവർ നേതൃത്വം നൽകി. അവർക്ക് ഇരുന്ന് പോകണം. ഒരു ഹിറ്റാച്ചി ചെന്നു ചൂരൽമലയിലെത്തി. അവിടുന്ന് 8 കിലോമീറ്ററോളം മലയിൽ കയറി പോകണം. ഈ സംഭവം നടന്ന സ്ഥലം മുണ്ടക്കായി എന്നുള്ള സ്ഥലം. മാള ആനപ്പാറ ജൂബിലി നഗർ ദൈവമാത ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന് കൊടിയേറി. ഫാദർ ജോഷി കല്ലേലി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, ലതീഞ്ഞ്, നൊവേന, കുർബാന, സന്ദേശം എന്നിവ നടന്നു. ഓഗസ്റ്റ് 15 വരെയാണ് തിരുനാൾ ആഘോഷം. 14-ന് പരിശുദ്ധ ദേവമാതാവിന്റെ കൂട് തുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, പള്ളിച്ചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും. 15 തിരുനാൾ ദിനത്തിൽ ദേശീയ പതാക വന്ദനം, ഊട്ടുനേർച്ച, തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് ഫാദർ ബിനീഷ് മാങ്കൂട്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് കേളംപറമ്പിൽ സന്ദേശം നൽകും. കയ്പമംഗലം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് മൂലം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി കയ്പമംഗലം കേരള കർഷക സൊസൈറ്റി. കാക്കത്തുരുത്തി ഇസത്തുൾ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PM ജബ്ബാർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, ഷെഫീഖ് സിനാൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൾ മജീദ്, CJ ജോഷി, അനസ് അബൂബക്കർ, KS ഷുഹൈൽ, മുഹമ്മദ് പുതിയ വീട്ടിൽ, ബാബു വെങ്ങാലി, TK ഉമ്മർ, കണ്ണൻ നായർ, സാജിദ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് 9 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്നാരോപിച്ചായിരുന്നു സമരം. കുടവുമേന്തി എടതുരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയഗത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, നേതാക്കളായ സജയ് വൈനപ്പിള്ളി,
കെ രാജേന്ദ്രൻ, എ ഇക്ബാൽ, PM അബ്ദുൾ സലീം, TK പ്രകാശൻ, MK ജമാൽ, ഉമറുൽ ഫാറൂഖ്, ഷാഫിഖ്, ലിറ്റി മോഹനൻ, കാട്ടിക്കുളം രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചാലക്കുടി നഗരസഭയുമായി സഹകരിച്ച് സംരംഭകർക്കുള്ള സ്വയം തൊഴിൽ ശില്പശാല സംഘടിപ്പിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിവിധ സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് അറിയാനും ആവശ്യമായ വഴികൾ കാണിക്കാനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, പ്രീതി ബാബു, ജിതി രാജൻ, റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ M ഹംസ, ചാലക്കുടി എംപ്ലോയ്മെന്റ് ഓഫീസർ ഷൈനി അഷ്റഫ്, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ജയശ്രീ ജയൻ എന്നിവർ പ്രസംഗിച്ചു. സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസർ റെക്സ് തോമസ് നയിച്ച ക്ലാസ്സിൽ 100-ലേറെ ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ CDS ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സഹായത്തിനായി വത്സല ഉണ്ണികൃഷ്ണൻ ചികിത്സാ സമിതി യോഗം നടന്നു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, PN രാമദാസ്, മുഷ്താഖ് അലി, നിഷാഫ് കുര്യാപ്പിള്ളി, CS ഷാജൻ, PN വിനയചന്ദ്രൻ, ഷിനിജ, തങ്കമണി രാധാകൃഷ്ണൻ, EC അശോകൻ, CDS വൈസ് ചെയർപേഴ്സൺ ആരിഫ ശങ്കരൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൂരിലെ പച്ചക്കറി കടയിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. താണശ്ശേരി കൂടത്തിങ്കൽ ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിലിടിച്ചു കയറി. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണം നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.